ഫ്രണ്ട്സ്, ഇന്ന് ജൂലൈ 2-ാം തീയതിയാണ്. നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ചാർട്ടിലുണ്ട്. പുതുതായിട്ട് ലെവലുകളൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഈ ഏരിയയൊക്കെ നമ്മൾ നിൽക്കുന്ന മാർക്ക് ചെയ്ത് വെച്ചാൽ ഇന്നലെ നമ്മൾ പറഞ്ഞത് ഇവിടുന്ന് ഇതുപോലത്തെ ഒരു ഇമ്പൾസീവ് വേവ് ഉണ്ടാവും എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ, അതിനാണ് ഹയർ പ്രോബബിലിറ്റി എന്നുള്ളത് നമ്മളോട് മാർക്ക് ചെയ്ത് വെച്ചത്. അതിൻ്റെ ബേസിൽ നമ്മൾ ഇവിടുന്ന് വഴി എടുക്കുകയും അത് കോസ്റ്റൽ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ കൺസെപ്റ്റ് ഇവിടെ ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ച ഈ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് വരെ പ്രൈസ് എത്തി. ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിന് ശേഷം പ്രൈസ് ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏത് ഡയറക്ഷൻ നമ്മൾ എടുക്കണം, ഒരു ജസ്റ്റ് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്തിട്ട് താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ ഇവിടുന്ന് പ്രൈസ് ഈ ഒരു സോണിലേക്ക് വന്നിട്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യത. രണ്ട് പ്രോബബിൾ സിനാരിയോകളുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഓർഡറുകൾ, ഇന്നത്തെ ദിവസത്തിൻ്റെ ഓർഡറുകളുടെ സ്ട്രെങ്ത് ഏത് സൈഡിലേക്കാണ് എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വളരെയധികം ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട ഒരു ഏരിയയാണ് ഇത്, ബേസ്ഡ് ഓൺ ഓർഡർ ഫ്ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച പ്രത്യേകിച്ച് ഒരു കാര്യം, ഈ ഒരു വലിയ ക്യാൻഡിൽ ഇത്ര സ്ട്രെങ്ത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെയൊക്കെ സെല്ലേഴ്സ് വളരെ കുറവാണ്. 130, 925 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 925, 585 ആ സ്ഥാനത്ത് സെല്ലേഴ്സ് 2.3K, 5K, 4K, 5K. അപ്പോൾ ഇത്രയും സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ ബേസിക്കലി പ്രൈസിന് താഴേക്ക് മൂവ് ചെയ്യാൻ അവർക്ക് കഴിയണം. എന്നാൽ അത് സംഭവിച്ചിട്ടില്ല. അതിന് പകരം ഈ ക്യാൻഡലിൽ വന്ന സെല്ലേഴ്സ് ട്രാപ്പിലാവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം വന്ന ബൈയുടെ സ്ട്രെങ്ത് ഇവിടെ 8.5K ഉണ്ട്, ഈ പ്രൈസ് ലെവലിൽ 5.6K ഉണ്ട്, 5.3K ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ വരികയും ആ ക്യാൻഡിലുള്ള ബയേഴ്സ് ഹെൽത്തി ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൊണ്ടുവരികയും ചെയ്യും. അവിടെ കോർട്ട് ഹൈ മൈനസ് ആണ്. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ട്രാപ്പിലാവാത്തൊരു ബൈ എന്നുള്ള രീതിയിൽ നമ്മൾ റീഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സെല്ലേഴ്സ് ട്രാപ്പിലായിട്ടുണ്ട്, ബയേഴ്സ് ഹെൽത്തിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എങ്ങോട്ടാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്? ബൈ സൈഡാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷെ അതിന് കൺഫേം ചെയ്യണമെങ്കിൽ ഈ വലിയ വോളിയത്തിൽ ട്രേഡ് നടന്ന, ഈ വോളിയത്തിൽ ട്രേഡ് എടുക്കാന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലെല്ലാം ബയേഴ്സാണ് ഈ സോണിൽ കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ബയേഴ്സ് ഹാപ്പി ആയപ്പോഴാണ് പ്രൈസ് ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അവർ ആവേശഭരിതരാകും. അതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് കൂടുതൽ ബൈ ഉണ്ടായാലും പ്രൈസ് നെക്സ്റ്റ് ലെവൽ വരെ ഉണ്ടാവും. ഇതിന് താഴേക്ക് പ്രൈസ് സസ്റ്റെയിൻ ചെയ്താൽ, അപ്പോൾ ഇവിടെ നിന്ന് സെല്ലിലായി, നമ്മൾ ട്രാപ്പിലായി എന്ന് കരുതിയ ആളുകൾ ആക്ച്വലി ട്രാപ്പിലായിട്ടില്ല. അവർ സ്ക്വയർ ഓഫ് ചെയ്തിട്ടില്ല, അവർ അവരുടെ പൊസിഷൻ സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ വ്യൂ ആണ് താഴേക്ക് പോകുമ്പോൾ വിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അസംപ്ഷൻ. അപ്പോൾ ഇതിൽ ഈ ഡാറ്റ ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത് ഇനിയും പ്രൈസ് മൂവ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൺക്ലൂഷനിലെത്തും, എന്നിട്ട് ഡിസിഷൻ എടുക്കും. അപ്പോൾ ഇപ്പം ഇതിൻ്റെ മുകളിലേക്കുള്ള പ്രൈസ് ആക്ഷൻ ഒബ്സർവ് ചെയ്തിട്ട് ബൈ നിൽക്കുക, അല്ലെങ്കിൽ ഇതിന് താഴേക്കുള്ള പ്രൈസ് ആക്ഷനും വോളിയം ഒബ്സർവ് ചെയ്തിട്ട് ബൈ നിൽക്കുക എന്നുള്ളതാണ്. സോഫാർ ക്യുമുലേറ്റീവ് ഡെൽറ്റ 262K എത്തി നിൽക്കുന്ന സമയം. റൈറ്റ്. അപ്പം ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം, എന്താണ് ഓർഡറുകളിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഓർഡറുകളിൽ എന്താണ് സംഭവിക്കുന്നത്. ഇതുവരെ എൻട്രി എടുത്തിട്ടില്ല. നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ ഡെപ്ത് ഓഫ് മാർക്കറ്റ് വഴി ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ്. ഡോമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓർഡർ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ സീരീസിൽ പോയിട്ട് അത് കാണാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ലിമിറ്റ് ഓർഡറുകൾ 65 സെല്ല് സൈഡിലുള്ളത്, ബൈ സൈഡിലുള്ളത് 65 ലിമിറ്റ് ഓർഡർ. അപ്പോൾ ഇതിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഓർഡറുകളുടെ കൗണ്ട് ഈ ഒരു റേഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ സെല്ല് ഓർഡറുകൾ ഇത്രയും അധികം വരുന്നുണ്ട്. 8.32K, 2.2K, 2.4K, ഇതൊക്കെ 24,272, 71, 70, 24,270 ഈ പ്രൈസ് റേഞ്ചിലാണ്. ഇത്രയധികം സെല്ലേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ സെല്ലേഴ്സ് എല്ലാം അബ്സോർവ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രൈസ് ഇത്രയധികം സെല്ലേഴ്സ് വന്നതിന് ശേഷം പ്രൈസ് ഇപ്പോൾ ഇത്രയും താഴേക്ക് എത്തിയിട്ടുണ്ട്. 162, 10 പോയിന്റ് താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ വരുന്ന ലിമിറ്റ് ഓർഡറുകളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയിട്ട്, നോട്ടീസബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊരു ഏർലി കൺഫർമേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് വലിയ ഓർഡറുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു റെഡി ആയിട്ടിരിക്കാൻ പറ്റും. സ്പൂഫിംഗ് എന്ന കൺസെപ്റ്റ്
മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മളതിനെ അപ്രോച്ച് ചെയ്യാൻ. പല ഓർഡറുകളും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ക്യാൻസൽ ചെയ്യപ്പെടാം. പെൻഡിങ് ഓർഡറുകൾ പലതും ക്യാൻസൽ ചെയ്യപ്പെടാം. അപ്പോൾ നമ്മൾ ഈ ഡാറ്റകൾ റീഡ് ചെയ്യുമ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും ഫേക്ക് ആയിട്ടുള്ള ഓർഡറുകൾ പ്ലേസ് ചെയ്യും. 195 ഇവിടെ ലിമിറ്റ് ബൈ പ്ലേസ് ചെയ്തിട്ട് ഇവിടെ 130 മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. ആ 12-16 നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് നല്ല വോളിയം വന്നപ്പോഴാണ് എൻട്രി എടുത്തത്. ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്ത ലെവലിൻ്റെ മുകളിൽ കുറച്ച് ഏർലിയിൽ എൻട്രി ആയിപ്പോയി. ഇവിടെ വോളിയം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് എൻട്രി. ഈ ഒരു ഏരിയക്ക് മുകളിൽ പ്രൈസ് ക്ലോസ് ചെയ്യണമായിരുന്നു എൻട്രിക്ക് ആക്ച്വലി. എന്നാൽ വോളിയം അങ്ങോട്ട് മുകളിലേക്കാണെന്നുള്ളത് അസംഷനിൽ നമ്മളിവിടെ ഡെൽറ്റ കൂടെ ക്യുമുലേറ്റീവ് ഡെൽറ്റ കൂടെ കൺസിഡർ ചെയ്തു. 260 ഒക്കെ റേഞ്ചിൽ നിന്ന് ഈ ഭാഗത്ത് എത്തിയപ്പോഴേക്കും 269K ഷൂട്ടപ്പ് ചെയ്യുന്നത് കണ്ടു. അതായിരുന്നു എൻ്റെ ലോജിക്ക്. അപ്പോൾ ഒരു ഇങ്ങനെയുള്ളൊരു സിനാരിയോയിൽ നമ്മുടെ ഡയറക്ഷൻ ശരിയായാലും സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പോകാനുള്ളൊരു ചലഞ്ച് നമ്മുടെ മുന്നിലുണ്ട്. കുറച്ച് വേണ്ടിയാകുമ്പോൾ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഈ ലെവലിലേക്ക് ഒരുപാട് ദൂരം ഇല്ലാത്തത് കൊണ്ട് കുറേ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്ത് ലെവലിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടുള്ളൊരു അഗ്രസീവ് എൻട്രിയാണ്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ട് കുറച്ചും കൂടെ നമ്മളൊന്ന് കംഫർട്ടാകും. പ്രൈസിന് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് ടോട്ടൽ നമ്മൾ ഡോമ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത ഓർഡറുകളുടെ ഏകദേശം ധാരണ ഒരു 14K അപ്പോൾ തന്നെ 30K അടുത്തായി. പിന്നെ 7K 11K 16K ഇങ്ങനെയുണ്ട്. ഇപ്പുറത്ത് ഈ ഭാഗത്ത് ഒരുപാട് ക്യുമുലേറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. എക്സിക്യൂട്ട് ചെയ്ത സെല്ല് ഒരുപാട് ഈ ലെവലിൽ വന്നിട്ടുണ്ട്. 24,200 ഈ റേഞ്ചിൽ. അപ്പോൾ ഇവിടെ ഇവിടുന്ന് തീരുമാനിക്കപ്പെടും എന്താണെന്നുള്ളത്. ഇതെല്ലാം അബ്സോർഷൻ ആണെങ്കിൽ സെല്ല് ബൈ ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ പ്രൈസ് പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. 1:1 അടുത്തെത്തിയിട്ടുണ്ട്. വലിയൊരു അത്ര കൺവിൻസിങ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് അല്ല. ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് എത്തിയാൽ 1:2 ശേഷം എപ്പോൾ വേണമെങ്കിലും ബുക്ക് ചെയ്യാമെന്നുള്ള ഒരു വ്യൂവിലാണ് നിൽക്കുന്നത്. $150-160 റേഞ്ചിൻ്റെ കേട്ടൊക്കെ എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാം. പ്ലാൻ ചെയ്തതുപോലെ നമ്മൾ 1:2 അടുത്ത് 2ന്റെ മുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം ഈ ഭാഗത്ത് വാല്യൂ ഏരിയ ഹൈ ആണത് ഈ ലെവൽ. അപ്പോൾ ആൾറെഡി മാർക്കറ്റ് ഒരു റേഞ്ചിന്റെ ലക്ഷണം ഈ പോയിന്റ് വന്ന് ഈ പോയിന്റിന് ഇവിടെ വരുന്നു. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള മൂവ്മെന്റിൽ ഈ ഹൈ വരെ പോവാതെ ഇവിടുന്ന് ബെൻഡാവുന്ന ഒരു നേച്ചർ കാണാൻ കഴിയാറുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് റേഞ്ച് ആണെങ്കിൽ ഇവിടുന്ന് ബെൻഡാവും. ഇനി ഇതല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ഉള്ളത് ഇതിനെ സ്വീപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് ബെൻഡാവുന്ന രീതി. ഈ രണ്ട് രീതിയാണ് റേഞ്ചിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വരെ എത്താതെ ഈ ലെവലിൽ വളരെ ബേസിക് ആയിട്ടുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ വരെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ ഹോൾഡ് ചെയ്യുന്ന ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇവിടുന്ന് മാർക്കറ്റ് ബെൻഡാവും. ഇവിടുന്ന് സെല്ല് ചെയ്യാൻ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് സെല്ല് ചെയ്തവർക്ക് അവരുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിൽ വെച്ചവരെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി കയറിയിട്ട് താഴേക്ക്. ഈ രണ്ട് സിനാരിയോ ആണ്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു റേഞ്ചിന്റെ ലക്ഷണം കണ്ടതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ 1:2ന്റെ മുകളിൽ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഓർഡർ എക്സിക്യൂട്ടായി വന്നപ്പോഴേക്കും 1:2ന്റെ കുറച്ച് താഴെയായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. 1:2ന്റെ അടുത്തേ ഉള്ളൂ. അപ്പോൾ പ്രൈസിന്റെ മൂവ്മെന്റ് മാത്രം ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നത് പോലെയായിരുന്നു. പിന്നെ നമ്മളത് ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം നേരത്തെ വരച്ച് വെച്ചാണ് സപ്ലൈ സോണാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ മൂവ്മെന്റ് ഇതിനെ സ്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു മൂവ്മെന്റ് ആവാനുള്ള സാധ്യത കൂടെയുണ്ട്. അപ്പോൾ എൻ്റെ അനാലിസിസ് പ്രകാരം ഇതൊരു വലിയ മൂവ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് സാധാരണ നമ്മൾ 1:4 5 ഒക്കെ ടാർഗറ്റ് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാറുണ്ട്. അത് ആ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചെയ്യുന്നതാണ്. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ പ്രകാരം നമ്മൾ വലിയ മൂവ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ വലിയ മൂവ്മെന്റ് സംഭവിച്ചാൽ അത് അവർക്കുള്ളതല്ല എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഇറ്റ്സ് നോട്ട് മൈ കേക്ക് എന്ന് ചിന്തിക്കാൻ പറ്റണം. ഓക്കെ,
ഇപ്പോൾ ആ ഡിസിഷൻ ശരിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇന്നൊരു ട്രേഡ് ഇല്ല, കാരണം ഒരു നല്ല ഒരു ട്രെൻഡിനെ ആയിട്ടല്ല തോന്നുന്നത്. ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളാണ്. വലിയ റിവാർഡൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇവിടുന്ന് താഴേക്ക് വന്നാൽ പോലും ഇവിടെ വരെ മാക്സിമം ഇതുവരെയുള്ള ഒരു മൂവ്മെൻ്റാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ആസ് പെർ മൈ വ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇട്ടുകൊണ്ടൊക്കെ വീഡിയോയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബേസിക് മെമ്പർഷിപ്പ് എടുക്കുക. മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഇതുപോലെ ഡിസ്കൗണ്ടിൽ ആക്സസ് ഉണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡുകൾ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡുകളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ചെറിയ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.